നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേരളം വിസ്മരിക്കപ്പെട്ടുവെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ എം.പി. കേരളത്തിന് എന്ത് കിട്ടിയെന്ന് ജനങ്ങളോട് പറയാൻ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾ തയ്യാറാകണമെന്നും കെ. സുധാകരൻ ആവശ്യപ്പെട്ടു. ബി.ജെ.പി ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളം വിസ്മരിക്കപ്പെട്ട രീതിയിലാണ്. കേരളത്തിൽ ഒരു വികസനവും ഒരു വിഭാഗത്തിനും കൈവരിക്കാൻ സാധിക്കാത്ത ഭരണമായിരുന്നു ബി.ജെ.പി ഭരണം. പറഞ്ഞ വാക്കുകൾ പോലും പാലിക്കാത്ത, അതിനുള്ള അന്തസ്സ് കാണിക്കാത്ത ഒരു ഗവൺമെന്റായിരുന്നു ബി.ജെ.പി ഗവൺമെന്റ്. എന്താണ് കേരളത്തിന് കൊടുത്തത് എന്ന് ബി.ജെ.പിക്കാർ പറയാൻ സാധിക്കണം. ചെറുപ്പക്കാർക്ക് തൊഴിലവസരമുണ്ടാകാൻ എന്തെങ്കിലും ഒരു മാർഗം അവർ കണ്ടിട്ടുണ്ടോ? പറഞ്ഞ വാക്ക് പാലിക്കാത്തൊരു ഗവൺമെന്റ് എന്ന നിലക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞാൽ പോലും ആ പറയുന്നത് നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞ് കേരളത്തിലെ ചെറുപ്പക്കാർ കാത്തിരുന്നെങ്കിലും അവർക്ക് നിരാശയാണ് ഫലം. നമുക്കൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബി.ജെ.പിയുടെ നേതാക്കന്മാർ പറയട്ടെ, അല്ലെങ്കിൽ മന്ത്രിമാർ പറയട്ടെ, അല്ലെങ്കിൽ എം.പിമാർ പറയട്ടെ. കേരളത്തിലുണ്ടല്ലോ ബി.ജെ.പിയുടെ എം.പിമാർ, അവർ പറയട്ടെ കേരളത്തിന് ചെയ്ത നേട്ടം എന്താ, ഗുണമെന്താന്നുള്ളത് അറിയട്ടെ. ഒരു ഗുണവും ചെയ്തിട്ടില്ല. പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ജോലി ഉണ്ടാവുക അവസരങ്ങൾ വളരെ കുറവാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല. സാമ്പത്തികമായി ഇന്ത്യയിലെ പ്രശ്നം ഏറ്റവും പ്രധാനം തൊഴിലില്ലായ്മയാണ്. ആ തൊഴിലില്ലായ്മയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള മൂലധനം അത് ഈ ബഡ്ജറ്റിന്റെ അകത്ത് എവിടെയും വലുതായിട്ട് നമ്മൾ കാണുന്നില്ല. വാക്ക് പാലിക്കുന്ന സ്വഭാവം ബി.ജെ.പി സർക്കാരിനില്ല. ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം. ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.